ചേട്ടാ മണ്ണ് നീ ഇവിടെ നിന്ന് ചീഞ്ഞ മാസ്കോട് ഗാമ വന്ന് കാല് കുത്തിയെടുത്തേക്ക് നമ്മള് കാല് കുത്തിയിട്ടില്ല, കാറിന്റെ ടയർ കുത്തി കേറിക്കൊണ്ടിരിക്കുകയാണ്. കൊടുകാമനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പുള്ളി കാല് കുത്തിയെടുത്തേക്ക് നമ്മൾ രണ്ട് കാല് കുത്തി കാലുത്തി 1 2 3. Hello guys, welcome back to our road trip day 3. This is Kia and me. നമ്മളിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ്. കട്ടമുട്ടം വെയില്. ഇപ്പൊ സമയം 11:45. കട്ടമുട്ടം വെയിലത്ത് നമ്മളിവിടെ വെറുതെ ഉലാത്തുകയാണ്, ഒരു കാര്യമില്ലാണ്ട് ഉലാത്തുകയാണ്. കരിയാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്കിത് നിങ്ങളെ ബീച്ച് കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അത്ര എഫേർട്ട് ഇട്ട് അല്ലേ കരിഞ്ഞോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എവിടെയാണ് കറക്റ്റ് പ്രോപ്പർ ഇതാണ് ബീച്ച് സംഭവം? ഇതാണ് അപ്പുറത്താണ്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വെള്ളത്തിൽ കാല് നനച്ചിട്ടില്ല. ഇത്രയും ബീച്ചസിൽ നമ്മൾ കയറി വന്ന് വൈപ്പിനിൽ നമ്മൾ എന്തോരം ബീച്ചസ് കയറിക്ക? മാനമ്പം ബീച്ച്, ചെറായി ബീച്ച്, പിന്നെ നമ്മള് കുഴിപ്പുള്ളി ബീച്ച്, തൃശ്ശൂർ ബീച്ച്, എല്ലാ ബീച്ചും കയറിയിട്ട് ഞാനിവിടെ കാല് നനക്കാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ്. നല്ല തെളിഞ്ഞ വെള്ളം. അയ്യോ അയ്യോ എന്റെ ജീൻസ് അറിഞ്ഞേ. അയ്യോ നമ്മള് ഗോവയിലൊക്കെ പ്രതീക്ഷിച്ച ഒരു ബീച്ചല്ലേ ഇവിടെ? അടിപൊളി. അധികം കാല് കയറ്റണ്ട, സൺസ്ക്രീം ഇട്ടിട്ടില്ല ഇപ്പൊ തന്നെ കരി. അതല്ലേ ഈ നമ്മള് അവിടെ എന്ന് വെച്ചാ നമ്മള് ഇപ്പൊ എറണാകുളത്ത് ബീച്ച് കലക്ക വെള്ളമാണ്, കലക്ക. ഇത് കണ്ടേ നോക്കി. അയ്യോ വെള്ളം പോലെ സീ. പിന്നെ ആ ഇത്തലൊക്കെ അതിന്റെ ഇടയിൽ കൂടി കാണാൻ എന്ത് ഭംഗിയോ. ഗ്ലാസ് വെച്ചിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വെയിലടിച്ചിട്ട് ഒരു കണ്ണും കൂടി കാണാൻ പറ്റാനുള്ള. ഗ്ലാസ് ഊരി കഴിഞ്ഞ സാധനം കണ്ടൂടാ. നല്ല ഭംഗിയുണ്ട്. കോഴിക്കോടുകാരെ നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. ഈ ബീച്ചിന്റെ പ്രത്യേകത കുറെ കുഞ്ഞു കുഞ്ഞു ഇത്തൽ അടിയാനുണ്ട്. കണ്ട ഇത്തല് ഭയങ്കരമായിട്ട് അടിയാനുണ്ട് ഇവിടെ. ഇത്തല് അതെ കണ്ട ഈ ഇത്തല കണ്ട ഇത്തല്. ഇതിവിടെ കൊറേ അടിയാനുണ്ട്. ഇത് നിങ്ങൾ കക്കാന്നാണ് പറഞ്ഞത്, എന്താ എനിക്ക് അറിയില്ല. ഞങ്ങൾ ഇത്തലെന്നാ പറയുന്നത്. ഇത് ഇങ്ങനെ കളർ ഇതുമ്പോ കൊറേ പടങ്ങളുണ്ടാവും. ചത്ത് ഇതേ ഞാൻ ഇത്തലിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പല 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 ഇതേ ഇതേ നോക്ക്, ഇത് വേറൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. ഇത് നോക്ക്, ഇത് വേറൊരു സ്റ്റൈലല്ലേ? കണ്ട ഇത് വേറൊരു സ്റ്റൈലല്ലേ? എല്ലാം പല സ്റ്റൈലിൽ പല പല കളറിൽ പല ഡിസൈൻസിലായിരിക്കും. നമ്മൾ വരച്ചു വെച്ച പോലെ ഡിസൈൻ ഇരിക്കണം. പിന്നെ മണ്ണെന്ന് വെച്ചാലുണ്ടല്ലോ, കണ്ണടച്ച് കാണാൻ നല്ല ഭംഗിയാണ്. ഒന്നര വെളുവിളാ മണ്ണ്, വെളുവിളാ മണ്ണ്, വെളുവിളാ മണ്ണ്, വെളുവിളാ വെള്ളം, നല്ല വെളുത്ത വെള്ളം. ഇത്തൽ ലോട്സ് ആൻഡ് ലോട്സ് ഓഫ് ഇത്തൽ ഗായ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ട ബീച്ച്. ഇത്ര കട്ടമുണ്ട്. ഒരു 12 മണിയാവുന്നു ഗൈസ്. 12 മണിക്ക് ഇവിടെ വന്നിട്ട് ഇത്തല് ഇറക്കുന്നത് ഞങ്ങളെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അതെ ഇപ്പൊ തന്നെ നമുക്ക് അറിഞ്ഞിട്ട് ആനടിച്ച് സീനായിട്ടിരിക്കണേട്ടോ. മൊത്തം ബീച്ചസ് വഴി കയറി കയറി കയറണോണ്ടേ തിരിച്ചെത്തുമ്പോ വീട്ടുകാർക്കൊക്കെ മനസ്സിലാവോ നീ ഏതാന്ന് ചോദിക്കും. ചേട്ടാ മറ്റേ വാസ്കോഡ് ഗാമേന്റെ എന്തെങ്കിലും ഇതുള്ളത് ബീച്ച് ഇവിടെയാണോ? അങ്ങോട്ട് പോണോ അല്ലേ? അധികം ഉണ്ടോ പോകാൻ അങ്ങോട്ട്? പള്ളി കണ്ടു തിരിയണോ അല്ലേ? വൈകുന്നേരം വന്നാണ്ടല്ലോ ഇവിടെ കുറച്ച് സീനാണ്, സീൻ. പക്ഷെ നട്ടുച്ചക്ക് ഞങ്ങളെ പോലെ വരരുത്. പേ പിടിച്ച സ്വഭാവം നിങ്ങൾ കാണിക്കരുത്. ഞങ്ങൾ ഇച്ചിരി പേ പിടിച്ച സ്വഭാവമായോണ്ട് ഇങ്ങനെ കട്ടമുട്ട വില നടക്കളാ. ഇക്കു സൂക്ഷിച്ചേട്ടാ, നീ വീണാലും ഫോൺ താഴെ ഇടരുത്. സ്നേഹം കണ്ടോ, സ്നേഹം കണ്ടോ, തുളുമ്പുന്നത് കണ്ടോ. കൊറേ കൊക്കുകളുണ്ട് ഗൈസ്. കടലത്തെ കൊക്കോ നിൽക്കണം. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ആലയില് പുഴയില് പാടത്തൊക്കെ അല്ലേ കൊക്കുണ്ടാവാ. നമ്മളുടെ ഈ കോപ്രായം കണ്ട് വഴിക്കിടപ്പുന്ന പിള്ളേരല്ലേ ചിരിക്കുന്നത് ഗൈസ്. ഇത്ര ചിരിക്കാതിരിക്കണം. ഞങ്ങളിവിടെ കോപ്രായം കഴിച്ചു നട്ടാറ് വെച്ചൊക്കെ വെയിലത്തിറങ്ങിയിട്ട് കണ്ണട വെച്ച് കടലിലേക്ക് കിടക്കും. അത് ചിരിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാ അല്ലേ? അപ്രീഷിയേറ്റ് ചെയ്യണേ ഞങ്ങളെ. ബൈ ബൈ കാപ്പാട് ബീച്ച്, കോഴിക്കോട് ബീച്ച്. നമ്മളിവിടെ നിന്ന് പോവാണ്. സത്യം പറയാം, ചത്ത്
കാരണം ഭയങ്കരമായിട്ട് കിതക്കാണ് നടന്നിട്ട്. ഭയങ്കര വെയിലല്ലേ, 12:15. ഒന്നോ കാമച്ചേട്ടന്റെ പള്ളി ഉണ്ടെന്ന് പറഞ്ഞു. ഇതെന്താ പള്ളി? ഗാമച്ചേട്ടന്റെ പള്ളി തന്നെ ചേർക്കാം. പിന്നെ ഇവിടെ കോഴിക്കോടുകാരോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലുണ്ടല്ലോ അവര് ഓ ഓ ഓ അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണേ. പക്ഷെ ഞങ്ങള് കൊച്ചിക്കാര് പറയാ ആ ആ ഇവിടെ ഓയാണ്, ഞങ്ങള് ആയാണ്. ഇതാ പള്ളി അവിടെയാണോ ചേട്ടാ? ആ അങ്ങനെയൊക്കെ നമ്മൾ പറയാം. ഇവര് ഓ അങ്ങനെ. അതാ വ്യത്യാസം കേട്ടാ. അന്വേഷിക്കാൻ പോയ കിച്ചേട്ടനെ കാണുന്നില്ല. ഗായ്സ് പരിസരത്തൊന്നുമില്ലല്ലോ. കിട്ടട്ടാ ഏതൊരു സൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഡീറ്റെയിൽ ആയിട്ട് കഥ പറയാട്ടാ. ഓൺലൈൻ എന്നെ കൂട്ടാണ്ട് ഒറ്റക്ക് പോയി നിന്ന് പഠിക്കണേ. അല്ലെങ്കിൽ ഞാനൊരു ഗ്യാപ്പ് കൊടുക്കില്ലല്ലോ. ഞാൻ പഠിച്ചിട്ട് ഞാൻ തന്നെ പറയുമല്ലോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് കിച്ചിട്ട് ആരാണെന്നൊക്കെ ചോദിച്ച് എന്നെ ഒളിച്ചെന്ന് പഠിച്ചോണ്ടിരിക്കണം. നീ ഒറ്റക്ക് പോയി പഠിച്ചല്ലേ പുള്ളിക്കാരനോട് ചോദിച്ചു. എനിക്ക് മനസ്സിലായല്ലോ നീ എന്നെ കൊണ്ടുപോകാഞ്ഞത്. ഞാനും കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ സ്കോർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ലേ. അതൊന്നുമല്ല, നീ നിന്റെ ഇൻസ്റ്റ എടുത്ത് നോക്കി. ഇൻസ്റ്റയിൽ പുതിയ ഫോളോവറും കിട്ടി, യൂട്യൂബിൽ നമുക്ക് സബിനും കിട്ടി. പുള്ളിക്കാരനാ കിച്ചേട്ടെന്ന് വെച്ചാ ആരാ ഒന്ന് കിട്ടാല. നമ്മൾ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ, തുടരുകയാണ്. കണ്ണടകൾ വേണം. ഓരോരോ സാധനം കൊണ്ട് കളയരുത്. എപ്പോഴും ഏതെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ എന്തെങ്കിലും കളഞ്ഞിട്ടാണ് സാധനം വരാറ്. അതെ, ഇന്ന് ഹോട്ടലിൽ എന്തെങ്കിലും ഇട്ടിട്ട് പോന്നിട്ടുണ്ട്. അത് വലിയ ഐഡിയൊന്നുമില്ല. ദൈവമേ, ആവശ്യമുള്ളത് ഇട്ടിട്ട് പോന്നിട്ടുണ്ടാവില്ല. ഇത് പൗഡർ എടുത്താണാവോ? പൗഡറിടാണ്ട് ഞാൻ ഇന്നലെ കറുത്ത് കഴിച്ചേക്കണേ. വേറത്തെ പൗഡറൊക്കെ വലിച്ചു പോയി. കൈസ് ദൈവമേ, മാപ്പ് ഒന്ന് അറിഞ്ഞോടെ ചെക്കൻ വെറുതെ ഓടിച്ചു പോണേ. ഇതാണ് ഷോർട്ട് കട്ട് കണ്ടുപിടിക്കലാണ്. എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വന്നിട്ടാണ് ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുന്നത്. ഓ നൈസ് വഴിയേട്ടാ, നല്ല വഴി. 1973. അപ്പൊ 1973 പണിത വീടാണത്. മതിലും 1973 ഇപ്പൊ എഴുതിട്ടാക്കണല്ല, പണിത് വെച്ചാക്കണ്. മതിലും ഇങ്ങനെ 1973 ഏതോ ചരിത്രം ഉറങ്ങുന്നുണ്ട് ഇവിടെ. ആ വീട്ടില് സമയം ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സംസാരിച്ചു ചരിത്രം ചോദിക്കായിരുന്നു. ഇതിന്റെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഇടവഴികൾ. മറ്റേ കിളിച്ചുണ്ടുമ്പോഴത്തേക്ക് കാണുന്ന പോലത്തെ സെറ്റപ്പ്. ശരിയാ. മതിലൊക്കെ പഴയ കരിങ്കല്ലിന്റെ മതില്, പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല. എന്നിട്ട് അതുമ്പോ നിറയെ ഇങ്ങനെ പുല്ല് വളർന്നിക്കണം അല്ലേ? വിശപ്പ് വല്ലാണ്ട് അലട്ടുന്നുണ്ട്. കലവില്ലാന്ന് പറയണ സമയത്ത് ആപ്പിൾ എടുത്ത് മുറിച്ചുകൂടെ? മുറിക്കൂല. പിന്നെ നീ ഇവിടെ 10 പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ കണ്ടു മറക്കാനായിട്ട്. റെയിൽവേ ട്രാക്ക് ആമോ? ഈ വഴിയാണ് നമ്മളിപ്പോ. ഞാനും കണ്ട പോലെ നമ്മള് വന്ന വഴി തന്നെ മനസ്സിലായോ? ഞാൻ ഒരു മുടിവ് സൊന്നാ. ഒരു മുടിവ് സൊന്നല്ല, ഒരു വാക്ക് സൊന്ന. 100 വാക്ക് സൊന്ന മാതിരി. അങ്ങനെയല്ലേ അത്? ഒരു വാർത്ത സൊന്ന. അതൊരു വാർത്തയായിടും. ചുമ്മാ ചളി അടിച്ചിങ്ങനെ ഇരിക്കണേ. വിശത്തിട്ട് വയ്യ മനുഷ്യര്. എന്നാണ് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്? നമുക്ക് ഇച്ചിരി സ്പേസ് കിട്ടൂടെ? ഞങ്ങൾ സമയമില്ലാത്ത സമയത്ത് സമയമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കണല്ലേ. 2 പാക്കറ്റ് ബ്രെഡ് മേടിക്കാറ്. എന്നാ ആപ്പിൾ എടുക്കട്ടെ. രാവിലെ തന്നെ ഉറക്കം വരികയാണല്ലോ. റബ്ബർ ഷീറ്റ്. ഞാൻ കോട്ടായെന്ന് പറയും, കിച്ചടെ വായിക്കോട്ടാന്ന് പറയാട്ടാ. നിങ്ങൾ എന്താ പറയണേ? നിന്റെ പേരൊക്കെ വിളിച്ചോ? മോനെ ഉയർന്നിട്ടോ നീ പറയാൻ വേണ്ടിയായിരുന്നേക്ക.
വിടില്ല ഞാൻ, വിടില്ല സമ്മതിക്കില്ല. ഞാൻ, വിടില്ല. അയ്യേ, ഇനി ഇറക്കി വിടാൻ ആരും ഇല്ല ഇവിടെന്ന്. എന്റെ ബോഡി കഷ്ടപ്പെട്ട് ഞാൻ ബാറ്ററിയിലോ ഒന്ന് കാണിച്ചോണ്ടിരിക്കുന്നു. ഓണായിട്ട് ഞാൻ ഇപ്പൊ തന്നെ സ്വിച്ച് ഓഫ് ആവട്ടാ, മര്യാദക്ക് ഫുഡ് മേടിച്ചത്. സ്വിച്ച് ഓഫ് ആണെങ്കിൽ ബാറ്ററി പൊട്ടിത്തെറിക്കും. ഇപ്പഴേ പറഞ്ഞേക്കണ്. ഫുഡ് 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 അതെന്നെ നന്നായിട്ട് കിച്ചട്ട് ചെയ്യും ഗൈസ്. എന്റെ പ്രേക്ഷകര് പോവും, പ്രേക്ഷകർ ഇറങ്ങി പോവും. ഇറങ്ങി പോകുന്നു, വെച്ചിട്ട് പോടേന്ന്, നിർത്തിയിട്ട് പോടേന്ന്. അയ്യോ വെച്ചക്കണേ. ഒറ്റ വഴിയുള്ളൂ. നേരെ പോകുന്നു, ഒരു നല്ലൊരു സ്ഥലത്ത് നിർത്തുന്നു, നീ ഓടി ചെല്ലുന്നു, ബ്രെഡ് വാങ്ങുന്നു. അല്ലാതെ ഒരു അത്യാവശ്യം വെയിറ്ററിന് നല്ലൊരു ഹോട്ടൽ ആണെങ്കിൽ അവിടെ നിർത്തുന്നു. അത് ശരിയാ, കോഴിക്കോട് നിന്ന് കഴിച്ചിട്ട് പോണാണ് എന്തുകൊണ്ടും ബെറ്റർ. ബെറ്റർ ബിരിയാണി, അടിപൊളി ബിരിയാണി. കോഴി അത് നാടൻ കോഴി ആയിരുന്നു. നാടൻ കോഴിയായിരുന്നു. ഉള്ളിനൊക്കെ ഈ വലിപ്പം ഉണ്ടായി. അത് ഞാനേ തള്ളണ്ട്, നീയും കൂടെ തള്ളണ്ട്. വണ്ടിക്ക് ഓൾറെഡി പുള്ളിക്കുണ്ട്. ഫോട്ടോയിലാട്ടെ സ്പീഡിലൊക്കെ ഫോട്ടോ തള്ളു കൊണ്ടിട്ട് സോ മച്ച് ഫുൾ ഓഫ് ദി ഇന്ത്യ. അതെ, ഫുഡൊന്നും കഴിക്കാത്തോണ്ട് ഇച്ചിരി തള്ളു കൂടുതലായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടിയുള്ളൂ. അപ്പൊ നമ്മൾ പോകുന്നത് സ്ട്രെയിൻ ടു ഗോവ. ഇത് കണ്ടിട്ട് നമ്മള് വെറുതെ ഒരു സപ്പോർട്ടിന് വേണ്ടിട്ട് മേടിച്ചതാണ് കേട്ടാ. പക്ഷെ ഇത് നല്ല സാധനമാണ്. ഞങ്ങൾ കാറിൽ കിടന്നിറങ്ങിയപ്പോ എന്റെ പില്ലോ ഇതായിരുന്നു. കിച്ചണില് ഓൾറെഡി നമ്മൾ വേറൊരു പില്ലോ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് കിടന്നത്. പിന്നെ കിച്ചണിൽ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോ ഇവിടെ ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നുമ്പോ ഞാനിതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കും. അല്ലേ ചേട്ടേ? സുഖം. നിങ്ങൾ ഈ സാധനം മേടിച്ചിട്ടാ. ഓൾറെഡി കാറിനത് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ മേടിച്ചിടൂലേ, അതുപോലെ തന്നെ അതിനെ നല്ല ആൾ ഇരുന്നോന്നല്ലേ. ഇതിന്റെ ഉള്ളില് കുഞ്ഞു 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 സാധനമാണ്. എന്താ ഇതിന്റെ ഉള്ളില്? കുഞ്ഞു ബീനാണ്, കുഞ്ഞ് പൊട്ടി ബീൻ. ആയി പാറ, പാറനാട് അമ്പലമാണോ ഇത്? നമ്മളിപ്പോ പാഴ്സൽ മേടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ പാഴ്സൽ മേടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് കഴിക്കാനാണ്. സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. നമ്മളൊരു സമയമില്ല, നമ്മളിന്ന് ഫുള്ള് ഓടിച്ചാലും നമ്മൾ എത്തില്ല അല്ലേ ചേട്ടാ? നാളെ ഉച്ചക്ക് എത്തുള്ളൂ നമ്മൾ ഗോവയിൽ. അത്ര കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പോരട്ടെ നമുക്ക്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എവിടെയാണ് ഗോവ? ഗോവ എങ്ങനാ എങ്ങനാ ഏത്? അതാണ് ഞാൻ നൈസായിട്ട് തട്ടിക്കൂട്ടി പാട്ടിലാക്കി. ഞാനുണ്ടല്ലോ എന്റെ വാരിക്കൊടുക്കാലോ അല്ലേ ചേട്ടേ? നമ്മള് പ്ലേറ്റ് എടുക്കണ്ടേ, പ്ലേറ്റിൽ വെച്ച് നമുക്കറിയില്ല എത്ര സക്സസ്ഫുൾ ആയിട്ട് ഊണ് കഴിക്കാൻ പറ്റുമോ വണ്ടിയിൽ വൈൽഡ് ഡ്രൈവിംഗ്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും, നമ്മൾ പൊളിയും. ചെറുതായിട്ട് പ്ലാൻ മാറ്റി ഗൈസ്. വണ്ടി ഓടിച്ചോണ്ട് കിച്ചടക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതിങ്ങനെ വലിച്ചാൽ ഒരു വലിയൊരു പ്ലേറ്റിന്റെ രൂപത്തിലാകുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് വീഡിയോയിലാണ് കണ്ടതാ. കാണാത്തവർക്ക് വേണ്ടിട്ടാണ്. അതെ, എനിക്ക് തരാണ്ട് ഒറ്റക്ക് പീസ് തിന്നിട്ടുന്ന കുഞ്ഞിനെ ഞാൻ പിടിച്ചു. അത് ഇച്ചിരി ചോടായിരുന്നു. ചോടെ ഈ കറിയുള്ള ചോടെടുത്തിട്ട് വേറെ ചോദിക്കാനോ? അടി അതെങ്ങനെ ഇനി ഞാൻ നിനക്ക് ഇടോടി പോയി. നീ എന്ത് മണ്ടത്താണ് കേട്ടപ്പോടെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല ഇവള്. കഴിക്കും നോക്കട്ടെ ചോക്കാത്തതാണ്. കഴിക്ക് വലുതാവട്ടെ. എന്താടി കഴിക്ക് നോക്കട്ടെ, ബാക്കി ഞാൻ കഴിച്ചോ പോരെ. അപ്പുറത്തിനാ നീ കഷ്ടത്തിൽ ഇറുക്കി പിടിച്ച് പൊട്ടിച്ചത്. പപ്പടം പൊടിക്കുമ്പോ അങ്ങനെ ഒരു പൊടി പൊടിച്ചിട്ടുണ്ടെങ്കിലേ പപ്പടം അല്ലാണ്ടായി. ഇത്രയും നേരത്തെ റോഡ് നിങ്ങൾ കാണണമായിരുന്നു ഗായ്സ്. മോനെ
കുലുങ്ങി കുലുങ്ങി അങ്ങനെ കുലുങ്ങി കുലുങ്ങി ആ റോഡായിരുന്നു. മാഹി. മാഹിയിൽ കയറി പെട്രോൾ അടിക്കും. മാഹിയിൽ കയറി പെട്രോൾ അടിക്കും ഗൈസ്. അവിടെ പെട്രോളിന് വില കുറവാണെന്ന് കേട്ടായിരുന്നു ഗൈസ്. 4 രൂപ 5 രൂപ അടുത്ത് കുറവാണ് മാഹിയിൽ. ഗോവയിൽ പക്ഷെ 10 രൂപ കുറവാട്ടോ. 10 രൂപ കുറവാണ്. പിന്നെ ഗോവ പേടിച്ചാൽ പെട്രോൾ ചൊക്ലിന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ചൊക്ലി മാഹി. എന്താ ചൊക്ലി? ഓ ഇവിടത്തെ പേരുകൾ അങ്ങനത്തെ അല്ലേ. ഓ ഇത് ഇങ്ങനത്തെ നമുക്ക് വെറൈറ്റി സ്ഥലപ്പേരുകൾ നോക്കാട്ടാ. ചൊക്ലി ചൊക്ലി ചൊക്ലിക്കുട്ടോ. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലടിക്കണുണ്ടായിരുന്നു ഇത്ര നേരം. അപ്പൊ കിച്ചേട്ടൻ എന്തായിരുന്നു വെച്ചാൽ ഈ ഗ്ലാസിന്റെ ഇടയിലേക്ക് ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് ചില്ലടച്ചു. അപ്പൊ നമുക്ക് ഇങ്ങനെ കർട്ടൻ പോലെ കിട്ടി. ഇത് കിച്ചേട്ടൻ ഗൈസ് ടോൾ വരുന്നുണ്ട് ഗൈസ്. പേഴ്സ് ഇതിനകത്തുണ്ടാ നോക്ക്. നമ്മള് ടോൾ ഗേറ്റ് എന്ന ബോർഡ് കണ്ടത്. നമ്മൾ ഇത്ര നേരം സന്തോഷിച്ചു. നല്ല റോഡ് എന്നൊക്കെ പറഞ്ഞേ. റോഡ് വെച്ചാക്കണ തന്നെ ടോൾ മേടിക്കാനാണ് തോന്നുന്നത്. ഓരോ നമ്മൾ ഇത്രയും പക്ഷെ നമ്മള് കൊച്ചിന്ന് കണ്ണൂര് വരെ എത്തിയിട്ട് ഇപ്പോഴാണ് നമ്മൾ ടോൾ കൊടുക്കാൻ പോണത്. നിങ്ങൾക്ക് മനസ്സിലാക്കി ഇപ്പോഴാണ് ആകെ നല്ലൊരു റോഡ് വന്നത്. ഇത്രയും നേരം മൊത്തം മാട്ട് റോഡായിരുന്നു. മാട്ട് റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞു കുലുങ്ങി കുലുങ്ങി കാണാൻ റോഡായിരുന്നു. കുലുങ്ങി കുലുങ്ങി എന്ത് കാണിച്ചാക്ക. ഓ ആ ചേട്ടൻ നമ്മളെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ കാണിച്ചതാട്ടോ ഗൈസ്. എന്തോ ഒരു ഇൻഡിക്കേഷൻ കാണിച്ചു പോകാൻ പറ്റില്ല. അത് ഗൈസ് 150 രൂപയോ 150 രൂപയാവോ എന്റെ മോനെ. അപ്പൊ നമ്മൾ അപ്പുറത്തെ വഴി മറ്റേ വഴി വരുന്ന നമ്മൾ ടോൾ അടിച്ച് മരിക്കും. നമുക്ക് ഈ വഴി തന്നെ വരാം. നമ്മള് ഈ വണ്ടിയുടെ പുറകെ എടുത്തതാണ്. അവസാനം ഇപ്പുറത്തെ വണ്ടി നമ്മൾ കണ്ട് മാറ്റിക്കൊടുക്കേണ്ടി വന്നു. ഇവിടെ നമ്മള് 1 മണിക്കൂറായിട്ട് കിടക്കുകയാണ് ഗൈസ്. നമ്മുടെ സമയം മൊത്തം പോയി ഗൈസ്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് പയ്യന്നൂരിലൂടെയാണ്. കിച്ചട്ടെ പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ. അഞ്ജനയുടെ കൈ പിടിച്ച് നിൽക്കാൻ താല്പര്യമുണ്ട് കിച്ചട്ടെ? നോയാ പാട്ടിച്ചേട്ടാ. യെസ് വേണ്ട. ഫസ്റ്റ് നോ പറഞ്ഞില്ല. ഇനി നടക്കണ്ട. ഞാൻ ഒറ്റക്ക് കടന്നോളാം. അയ്യടാ നിനക്ക് ആയുഷ കൈ പിടിക്കണതായിക്കല്ലേ. മല ഇടിച്ചിട്ടാക്കുന്നു ഗൈസ്. ഇതെന്തിനാ ചേട്ടാ മല ഇടിച്ചിട്ടാക്കണേ? എന്നെ ചെറുതാണ് മല ഇടിച്ചിട്ടാക്കണത്. തുറന്ന് വെച്ചേക്കുന്ന മല. ഗൈസ് നമ്മൾ കാണുന്നുണ്ട് ഗൈസ്. ഞാനൊന്നും കാണുന്നില്ലല്ലോ. കാസർഗോഡ് മംഗളൂരു റോഡാണ് കയറിയിരിക്കുന്നത്. എന്താണ് അല്ലെ എനിക്ക് നോക്കിയിട്ട് കാണാൻ പറ്റുണ്ടായിരുന്നില്ല. ക്യാമറ കാണിച്ചല്ലോ. പിന്നെ ഒരു സൂര്യൻ, പിന്നെ കാട്, ക്രോസ്, മൈന, അതിന്റെ കണ്ണ് വളരെ വ്യക്തമായി കാണാം സർ. അടിപൊളി വെള്ളക്കാം. ഇത് വെറും ഗ്യാസ് ഇച്ചിരി എണ്ണനകത്ത് എന്താണ് കേക്കൊരു മാത്രം എന്ത് വെള്ളം കിട്ടുന്നത്? നല്ലതാ. എപ്പ കരി കുടിച്ചാട്ടല്ല കിച്ചടക്ക് വെള്ളം. എനിക്ക് എനിക്കും കിട്ടിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ചെയ്യുന്നതാണ്. ഇല്ലടാ എനിക്ക് ഇതേ മുത്താണ്. ഞാൻ പറയുന്നത് എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. സ്നേഹമുള്ളവരാണ് എപ്പോഴും സംസാരിക്കുള്ളൂ. ഓ പിന്നെ എന്താ എനിക്കിപ്പോ സ്നേഹമില്ലാത്തോണ്ടാണ് ഞാൻ കൊട്ടാത്തത്. സിനിമയിൽ പറഞ്ഞ കൂൾ ഡ്രിങ്ക്സിൽ 2 സ്ട്രോ ഇട്ട് വലിച്ചുകൂടി. കയ്യില് ജിമ്മലും വരായാലും കഴിക്കാനും പറ്റില്ല. അത് തീർന്നാലും ചേട്ടാ പൊട്ടിച്ച് തരുമോ ചേട്ടാ? യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. കണ്ടെങ്കിൽ
എന്തൊരു സാധനം എറിഞ്ഞു സംതിങ് ഒന്നില്ല ഓറഞ്ചിന്റെ തൊണ്ടായിരുന്നു. അതാ ഷാനത്തെ ചക്കയാണ്. അപ്പൊ ചലോ ചലോ ഗുണ്ടൽപേട്ട്. ഗുണ്ടൽപേട്ട കാണാൻ പോണേപ്പാ. യെസ്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോ ഗോവയിലെത്തും? പറയൂ, നീ പറയൂ. വെളുപ്പിന് അല്ല, എപ്പോ എത്തുന്നാണ് മുന്നേ ഒരു മൈൻഡില് നമ്മളിപ്പോ പറഞ്ഞ സംസാരിച്ചതും? ഒരു വെളുപ്പിന് 4 മണി. ഉച്ചക്കെത്തുന്ന ചേട്ടാ പറഞ്ഞത് എന്നോട്. അത് എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും. ഞാൻ വേഗം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. എനിക്കറിയാം വെളുപ്പിനെത്തുന്നു അല്ലേ ചേട്ടേ? കണ്ട ഞാൻ പഠിച്ചിരിക്കുന്നു. നിന്റെ വല്ലാതെങ്കിൽ ഞാൻ പഠിച്ചിരിക്കുന്നു. എന്നോട് ഞാനത് വീഡിയോയില് പറഞ്ഞു നമ്മള് വെളുപ്പിനെത്തോളൂ ഗൈസ്, അല്ല ഉച്ചക്കെത്തോളൂ ഗൈസ്. ഇപ്പൊ നമ്മളിവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഉച്ചക്കെത്തോളൂ, ഇപ്പൊ സമയം ഇന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടാ. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച് അല്ലല്ലോ ഗീച്ചയുടെ കിലോമീറ്റർ കിലോമീറ്റർ 400 ഉണ്ട്. ബെൽറ്റ് ഇട്ട ഗൈസ്, ബെൽറ്റ് ഇടാത്തോണ്ട് വണ്ടി കരയുന്നു. ഇടുവോ കരയണ്ട. ബെൽറ്റ് ഇടണം, അതിനെ വലിച്ചു പറിച്ചല്ലെന്നേ. പിന്നെ അങ്ങനെയാണോ? ഇത്ര നാളായിട്ടുള്ള ബെൽറ്റ് ഇടാൻ പഠിച്ചില്ല. കോൺസെൻട്രേഷൻ ഞാൻ ഒറ്റ കൈ കൊണ്ടല്ലേ ഇടുന്നത്. ഒരു കൈ ഞാൻ അത് പിടിച്ചാക്കണല്ലേ. ഒന്ന് ഇട്ട് സഹായിച്ചൂടെ ഭർത്താവേ? വലിക്കണം. വീട്ടിലേക്കും പെണ്ണിയാടാ. അതെന്നാ വിളിച്ചോടെ? സോറി ഗൈസ്, ക്ഷമിക്കണം, അറിയില്ല. കാസർഗോഡ് ബേക്കൽ ഫോർട്ട്, പയ്യന്നൂർ ബസ് സ്റ്റാൻഡ്. നമ്മള് ബേക്കൽ ഫോർട്ടിലേക്ക് കൂടെ കയറാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ചെറിയ ബേക്കൽ ഫോർട്ട് എന്നുണ്ടെങ്കിൽ അത് കോട്ട, പുരാതന കോട്ട ഉണ്ടായിരുന്നു. ബേക്കൽ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ട. അത് ടിപ്പു സുൽത്താന്റെ ഇതാ. ഓ, കാപ്പാട് കാലുത്തിയുടെ പുള്ളിക്കാരൻ നേരം കാട്ടാണ് വന്നത്. കാപ്പാട് ടിപ്പു സുൽത്താനാ? അയ്യോ, നേരത്തെ പറഞ്ഞ പോർച്ചുഗലുകാരനാണോ? ഇന്ത്യക്കാരല്ല. എന്നെ പെട്ടെന്ന് മാറിപ്പോയത്. ആ ടിപ്പു സുൽത്താൻ ഞങ്ങൾ അല്ല, ഞങ്ങളുടെ അവിടെ ഉണ്ട് ടിപ്പു സുൽത്താനാ. എനിക്കൊന്ന് കാണോട്ടെ, പുള്ള വാളത്ത് കാണിക്കാൻ പറഞ്ഞു. ടിപ്പു സുൽത്താൻ ഇടുന്നല്ല, ടിപ്പു സുൽത്താന്റെ കോട്ട, ഒരു കുഞ്ഞു കോട്ട പള്ളിപ്പുറത്തില്ലേ? പള്ളിപ്പുറം ടിപ്പു സുൽത്താന്റെ അല്ലേ? ആ ഉണ്ട് പോലീസ് തിരുമുൽപ്പാടൊന്നും ഫോട്ടോ ഉണ്ടാക്കൂല. അതെന്തായാലും ടിപ്പു മാമൻ ഇരിക്കും. ടിപ്പു മാമൻ എന്നിട്ട് പൊടിയിട്ട് കുത്തിയാൽ വടിയായി വരും. ഇത് പഴയതല്ലേ? കുട്ടിച്ചാത്ത സിനിമ പറയില്ലേ? ഓങ്ക്രീം കുട്ടിച്ചാത്ത പൊട്ടൂട്ടി ഈസ് എ വണ്ടർഫുൾ കുട്ടി. പൊടിയിട്ട് കുത്തിയാൽ വടിയായി വരും. ബേക്കൽ ഫോർട്ട് 40 kilometers ഓൺലി. പയ്യന്നൂർ കോളേജിന്റെ വരാൻ തരൂട്ടെ? ഞാൻ കിട്ടോടൊപ്പം നടന്നു എന്ന് നടക്കാം. ചെറായ കോളേജിന് വരാൻ ചെറായ കോളേജിലൊക്കെ വേറെ ആളുണ്ടായി, വേറെ ആൾക്കാരുണ്ടായി. പിന്നെ നീസാണ് ഒരു ബ്യൂട്ടിക്കിനാന്ന് പറയണ അവിടുത്തെ മെയിൻ സാധനം എന്ന് പറയണത്. പഠിത്തത്തിന് പഠിത്തം, ഡാൻസിന് ഡാൻസ്, ആർട്സിന് ആർട്സ്, പാർട്ടി പ്രവർത്തനത്തിൽ പാർട്ടി പ്രവർത്തനം. സിന്ദാബാദ് ഇവിടെ കാണുമ്പോ തന്നെ അവര് ഒന്ന് പൊക്കിക്കൊണ്ടുപോകും, ഓട്ടോ വീട്ടിൽ വിടും. അങ്ങനെയാണ് മീറ്റിംഗ് വെച്ചത്. അങ്ങനെ പറഞ്ഞത്. യു മീൻ വലിയമ്പാറ? വലിയമ്പാറ. നമ്മൾ ബേക്കൽ ഫോർട്ടിലോട്ട് കയറുകയാണ് ഗായ്സ്. 300 meters you will arrive at your destination. അതിന് 300 മീറ്റർ ഉള്ളൂ എന്ന് ഗൂഗിൾ വെച്ച് പറഞ്ഞിട്ടാ. അങ്ങനെ നിങ്ങൾക്ക് ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. ഇപ്പോൾ ഉള്ളത് കാസർഗോഡ് ബേക്കൽ ഫോർട്ട്. ഇപ്പൊ സമയം 6:10, 6:30 വരെ ഉള്ളൂ. നമ്മൾക്ക് ഏറ്റവും അറിയത്തില്ല. നമുക്ക് ഓട്ടിപ്പോയി നോക്കാം. ചിച്ചടെ കമോൺ, ചിച്ചടെ 6:10. ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണിച്ചിട്ടുണ്ട്. കേട്ടിവിടാന്നറിയില്ല. അതെ, കേട്ടിവിടാന്നറിയില്ല. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ നോക്കാം. പബ്ലിക്കേഷൻ അടച്ചാ പോയി ഗായ്സ്. വളരെ ആഗ്രഹത്തിൽ വന്നാണ് ഗായ്സ്. ഇതൊക്കെ കേറാൻ തോന്നണിക്ക. ഹെൽത്ത് പ്രാധാന്യമായ
ബേക്കൽ ഫോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യ പ്രാണ ടെമ്പിൾ. അടിച്ചു പോയി ഗൈസ്. ഇന്ത്യൻ പൗരന്മാർക്ക് 25 രൂപ, വിദേശികൾക്ക് 300 രൂപ. കണക്കിനാണ് സംഭവങ്ങളൊക്കെ, പക്ഷെ അടച്ചു പോയിരിക്കുന്നു. ഗൈസ്. യോഗമില്ലമ്മണിയെ ഇവിടെ വരെ വന്നിട്ട് കാണാൻ. ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുമല്ലോ അവിടെ. പിന്നെ ഒന്നും കാണാനുണ്ടാവില്ലേ? അങ്ങനെ സമാധാനിച്ച് നമുക്ക് കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ തന്നെ പണ്ട് കോട്ട, ഇതൊക്കെ കോട്ട. ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ കാവലൊക്കെ ഉണ്ടാവും ആൾക്കാർ. ഇതൊരു ഗ്യാപ്പൊക്കെ ഉണ്ടായി, ഗ്യാപ്പ് വഴിയൊക്കെ നൈസായിട്ട് പീരങ്കിയൊക്കെ. കിട്ടട്ടെ മൈക്കൊട്ടി പിടിച്ച്. നിങ്ങൾ മൈക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇരുമ്പിന്റെ അടുത്തേക്ക് പോകുമ്പോ ശ്രദ്ധിക്കണം. മൈക്ക് അഥവാ പിടിക്കും, പിന്നെ സാധനം പോവും. നമ്മൾ ബേക്കൽ ഫോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അകത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കണ്ടു. ചരിത്രമുറങ്ങുന്ന കോട്ടകളാണിത് അല്ലേ? ചരിത്ര പ്രാധാന്യമുള്ള ചരിത്രമുറങ്ങുന്ന കോട്ട ബേക്കൽ ഫോർട്ട്. വെള്ളം നിറയുന്നു. വെള്ളോ? അപ്പൊ പുറത്തുനിന്ന് ശത്രുക്കൾ മറ്റാക്കിയാൻ പാടില്ല. കിടങ്ങു പോലെ വെള്ളം കിടക്കുന്നു. ആണോ? കാര്യമായിട്ട് അറിയണോ? ദൈവത്തിനറിയാം. 6 മണിക്ക് മുന്നേ വരണം, എന്നാലും ടിക്കറ്റ് കിട്ടുള്ളൂ. അല്ലെ ഞങ്ങളെ പോലെ മൂഞ്ചി കുത്തി തിരിച്ചോണ്ടി പട്ടി ചന്തക്ക് പോയ ലൈഫ് അല്ല. ഇങ്ങോട്ടായിട്ട് വന്നതല്ല അല്ലേ? ഇങ്ങോട്ടായിട്ട് വന്നതല്ല നമ്മള്. ഞങ്ങൾ പോണ വഴി ഞങ്ങൾക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തേക്കാം. മാഗി ഉണ്ടാക്കാം. മാഗി അപ്പുറത്ത് റെയിൽവേ ട്രാക്കാണല്ലോ. മീൻ ചന്തന്നല്ലോ. ഇവിടെ കൊണ്ട് മീൻ വെച്ചിട്ട് ആര് പിടിക്കും? പിന്നെ മീൻ്റെ വേണം അറിയാം. നീ ഇവിടെ നിന്ന് ചീഞ്ഞ അധികം നീ എനിക്കിട്ട് തകടിക്കല്ലേ. ചെറിയൊരു അബദ്ധം പറ്റി സുഹൃത്തുക്കളെ, മാഗിയിൽ വെള്ളം കൂടിപ്പോയി. ഇതിപ്പോ കഞ്ഞി മാഗിയാണ്, കഞ്ഞി മാഗി. നീ എന്താ നടക്കുന്ന കീറണം? മൊട്ടപ്പട്ടി ചേച്ചോ, കീക്കപ്പൻ്റെ സീൻ മൊട്ടപ്പട്ടികളിലാണ് നമ്മൾ കിടക്കുന്നത്. കീക്കപ്പൻസ് മൊട്ടപ്പട്ടികൾ. അതിനകത്ത് മൊത്തം പൊട്ടിച്ച് തൊണ്ടിടോട്ട് ഇപ്പൊ തന്നെ. അമ്മ കത്തിയെടുത്തോണ്ടിടാൻ പറഞ്ഞ മാഗി മനസ്സിറങ്ങി. നിങ്ങളിങ്ങനെ റോട്ടിൽ മാഗി വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടാ. കൊള്ളാം. NH കൊണ്ടുവന്നിട്ട് അതും നമ്മളുടെ കൊച്ചിയിൽ നിന്ന് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് താണ്ടി കാസർഗോഡ് വന്നിട്ട് നമ്മൾ മാഗി വെച്ച് കഴിക്കുകയാണ്. അതും റോട്ടിൽ. ഇതാണ് റോട്ടിൽ മാഗി. ഇതിൻ്റെ പേരാണ് റോട്ടിൽ മാഗി. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് എഗ് മാഗി മസാല ഈസ് റെഡി. കിട്ടേ ഊതി കഴിച്ചോ. അങ്ങനെ എന്തോ നല്ല വെള്ളച്ചോവ. വെള്ളച്ചോ വേണോ? എത്ര മസാല? 2 ഉണ്ടോ? സത്യയുടെ വെള്ളച്ചോ വേണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടെ പറയാം. അങ്ങനെ കുഴപ്പമില്ല, സത്യം പറഞ്ഞത്. അടിപൊളി. സത്യം പറ. സത്യം സൂപ്പർ. മുട്ട കുട്ടികളാണപ്പോഴേ ഞാൻ വിചാരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞതാ അത് പൊട്ടിക്കണ പട്ടിന്ന്. ഇതുണ്ടോ തൊണ്ടടാ. എന്താപ്പാ നിങ്ങൾ ഈ പള്ളി കാണുന്നുണ്ടോ? എന്ത് രസാ. എഴുതി വെച്ചേക്കണ ഭാഷയൊക്കെ മാറി ഗൈസ്. ടോൾ ഗേറ്റ് എന്ന് വേറെ ഏതോ. നമ്മൾ കർണാടക കയറി ഗൈസ്. നമ്മളിപ്പോ മാംഗ്ലൂർ റൂട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോൾ ഗേറ്റ് വരുന്നുണ്ട് ഗൈസ്. നമ്മള് എവിടെ ടോൾ കൊടുത്തേ? കോഴിക്കോടാണോ? അല്ലല്ല, കണ്ണൂരോ? കണ്ണൂര് നമ്മൾ ടോൾ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ടോൾ കൊടുക്കണത് ഇവിടെ ആണ്ടാ, മാംഗ്ലൂരാണ്ടാ. അപ്പൊ ഇപ്പൊ നമ്മള് തലപ്പടി ടോൾ പ്ലാസ, ഉടുപ്പി ടോൾ പ്രൈവറ്റ് ലിമിറ്റഡ്, ഉടുപ്പിയാണ് നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഒരു പച്ച ബോർഡ് കാണുന്നുണ്ട്. നമ്മൾക്ക് നോക്കാം. പാഞ്ചാലിയാ?
സോറി പനാജി കാർവാർ ഉടുപ്പി പനാജിയാണ് ചെറിയൊരു കയ്യപ്പത്തോട് എനിക്ക് കയ്യപ്പത്തോട് പാഞ്ചാലിയാണ് പാഞ്ചാലി അല്ല കുന്തി. അപ്പൊ നമ്മള് പനാജി കാർവാർ ഉടുപ്പി ആ റൂട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേ. ഓ പനാജി ഗോവ. ഇപ്പൊ സമയം എത്ര ചേട്ടെ? ഇപ്പൊ സമയം 9:15. 10:15 ഇപ്പൊ 10:15 ഗൈസ്. ഇപ്പൊ നമ്മള് 10:15 നമ്മള് ഇപ്പൊ കറക്റ്റ് ഉടുപ്പിയാണോ നമ്മ പാസ് ചെയ്തോണ്ടിരിക്കണേ? നമ്മള് ഉടുപ്പി പാസ് ചെയ്തോണ്ടിരിക്കണേണ്. 10:15 ഭംഗിയുള്ള ലൈറ്റിന്റെ ഇടയിൽ കൂടി. പാലാണോ ചേട്ടാ ഇത്? പാലാണത്? ഒരു പാലം ഓവർ ബ്രിഡ്ജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ. കുണ്ടാപുര കൗപ്പി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോറി കുണ്ടാപുര ഇങ്ങോട്ട് കൗപ്പി ഇങ്ങോട്ട്. അപ്പൊ നമ്മ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുണ്ടാപുരയെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മസനഗുഡി വഴി ഊട്ടി. മസനഗുഡി വഴി ഊട്ടി പോണോ കുറേ പ്രാവശ്യം? വെൽക്കം ടു ഗോവയാണോ? ഗോവ കയറുകയാണോ നമ്മൾ സുഹൃത്തുക്കളെ? ടോള് പക്ഷെ നല്ല റോഡാണ്, അതുകൊണ്ടാണ് ഇപ്പൊ ഗോവയാണോ കയറുന്നത് മനസ്സിലാവണില്ല സുഹൃത്തുക്കളെ. നമ്മൾ ഇവിടെ എത്തിയെന്നറിയില്ല. ഇപ്പൊ സമയം ഇപ്പൊ സമയം 1:05. അപ്പൊ നമ്മള് മറ്റേ ഉടുപ്പിൽ കയറിയിട്ട് ഒരു 4 ടോള് കൊടുത്തേച്ചോട്ടെ. ഇല്ലല്ലേ 3 ടോള് കഴിഞ്ഞ് ഇപ്പൊ അല്ലേ? ഇത് 4ാമത്തെ ടോളാണ് ഇപ്പൊ. അപ്പൊ നമ്മള് ഗോവ കയറണേണെന്ന് ചോദിച്ചിട്ട് സെർച്ച് ചെയ്തോണ്ടിരിക്കണേണ്. നമ്മളിപ്പൊ നോക്കിയിട്ട് പറയുന്നതായിരിക്കും നമ്മള് ഗോവ കയറണേന്ന്. പക്ഷെ നമ്മൾ ഒട്ടും എനർജി കുറയാണ്ട് ഫുൾ പവറിൽ നിക്കണേണ് ഇപ്പൊ. ഉടുപ്പല്ലേ ചവച്ചോണ്ടിരിക്കുന്ന സമയം പോണ്ടേ അല്ലേ ചേട്ടാ? ഉറക്കവും വരില്ല, അല്ലേലും ഉറക്കം വരില്ല. ഗോവ വരെ ഞങ്ങൾ ഇങ്ങനെ തിന്ന് പോകും. ഇപ്പൊ സമയം 2:30. നമ്മൾ എത്തി നിൽക്കുന്നത് കാർവാർ റോഡിലെ ഒരു പെട്രോൾ പമ്പ്. ഗോവയിലേക്ക് ഏകദേശം കയ്യെത്തും ദൂരേ ഉള്ളൂ. എത്ര മണിക്കൂർ അയച്ചിട്ടേ? 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഗോവ എത്തുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഗോവയിലേക്ക് പോകുന്നതായിരിക്കും. ബാക്കി വിശേഷങ്ങൾ ഗോവയിൽ ചെന്നിട്ട് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ബൈ ബൈ.